തിരക്കേറിയ ആലുവ കാലടി പാതയുടെ സമീപം തൂമ്പക്കടവിൽ ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിൽ ഉറങ്ങാൻ കിടന്നതായിരുന്നു സലാഹുദ്ദീൻ. വഴിയെ പോയൊരാൾ വന്ന് ആക്രമിക്കുമെന്ന് വന്യമായ ചിന്തയിൽ പോലും സലാഹുദ്ദീന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകില്ല. പക്ഷേ വിമുക്തഭടനായിരുന്ന സലാഹുദ്ദീന് സംഭവിച്ചത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വഴിയെ നടന്നുപോയിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശി മനോജ് സാഹു വീട്ടിലേക്ക് കടന്നുകയറി വിറകുകഷ്ണം കൈക്കലാക്കി. വീടിന്റെ മുൻപിലത്തെ മുറിയിൽ ഉറങ്ങാൻ കിടന്നിരുന്ന സലാഹുദ്ദീന്റെ തലയ്ക്കടിച്ചു. അടുക്കളയിലായിരുന്ന മരുമകൾ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. സലാഹുദ്ദീന്റെ ഭാര്യയും അടുക്കളയിലുണ്ടായിരുന്നു. ഇരുവരും നിലവിളിച്ചു. കൊച്ചുമക്കളും ആ സമയം വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് അവന് ആള് വീട്ടിൽ കയറുമ്പോൾ വരെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട്, ആളുകളും പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇത് സംഭവിച്ചു. തന്നെയല്ല, ഞങ്ങളിവിടെ ആളുകൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉടനെ തന്നെ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചത്. 2023 ഓഗസ്റ്റ് 7-നായിരുന്നു സലാഹുദ്ദീന് മർദ്ദനമേറ്റത്. 3 മാസം നീണ്ട ആശുപത്രി വാസത്തിന് പക്ഷേ സലാഹുദ്ദീന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരണം തീർത്ത ആഘാതം ഇപ്പോഴും കുടുംബത്തെ വിട്ടുപോയിട്ടില്ല. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നതായി കേൾക്കുമ്പോൾ മനസ്സിൽ ഭയം നിറയും. നമുക്ക് എപ്പോഴും ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ല, സ്വന്തം ജോലിയൊക്കെ ആയിട്ട് വെളിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇതുപോലെ ഉള്ള കേസുകൾ ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഭയമുണ്ട്. കാരണം ഭയപ്പെട്ടിരുന്നിട്ട് കാര്യം, നമുക്ക് ജീവിക്കണമല്ലോ, അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. സലാഹുദ്ദീന്റെ കൊലപാതകത്തിന് ശേഷം സുരക്ഷ മുൻനിർത്തി ശ്രീമൂലനഗര പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണത്തിന് തുടക്കമിട്ടിരുന്നു. എന്നാൽ ഒന്നും എങ്ങും എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. അത് ഏതാണ്ട് ഒരു മാസത്തോളം അവർ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആകുകയും ശരിക്ക് ഇവരുടെ ഒരു ഉത്തരവാദിത്വം, അവർ ഏത് തൊഴിൽ ഉടമ, അതായത് ആരാണോ അവർക്ക് തൊഴിൽ കൊടുക്കുന്നത്, അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആവർത്തിക്കപ്പെടുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അവസാനം കാണാൻ കഴിയൂ എന്നാണ് സലാഹുദ്ദീന്റെ കുടുംബവും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.